നാലാം തരത്തിലെ ആദ്യത്തെ യൂണിറ്റാണ് അമൃതം. ഈ ഒരു ഭാഗത്ത് ഒരു കുട്ടിയെയും വൃദ്ധനെയും കാണാൻ സാധിക്കും. നമുക്ക് യൂണിറ്റിലേക്ക് കടക്കാം. അവൾ കുട്ടികൾക്കിടയിൽ കയറി എത്തി നോക്കി. അവിടെ എല്ലും തോലുമായ ഒരു വൃദ്ധൻ കിടന്നു ഞെരുങ്ങുകയാണ്. എന്തെങ്കിലും കഴിക്കാനായി അയാൾ ചുറ്റും നിൽക്കുന്നവരോട് കൈ നീട്ടുന്നു. കുറേ കുട്ടികൾ അയാളെ കളിയാക്കുന്നുമുണ്ട്. അവൾക്ക് വല്ലാതെ വിഷമം തോന്നി. ആ വൃദ്ധൻ അവളെ കണ്ടു. അയാൾ മെലിഞ്ഞുണങ്ങിയ കൈകൾ നീട്ടി അവളോട് എന്തോ പറഞ്ഞു. ചില കുട്ടികൾ അപ്പോഴും കൂക്കി വിളിച്ചു. അവൾ പിന്നൊന്നും ചിന്തിച്ചില്ല. ബാഗ് തുറന്ന് ചോറ്റുപാത്രം പുറത്തെടുത്തു. അതിലെ മുഴുവൻ ചോറും അവൾക്കേറെ ഇഷ്ടമുള്ള മുളക് ചമ്മന്തിയും അയാളുടെ കൈവെള്ളയിലേക്ക് പകർന്നു കൊടുത്തു. അയാളുടെ കുഴിഞ്ഞ കണ്ണുകൾ നനഞ്ഞു. ആർത്തിയോടെ അയാൾ ചോറ് തിന്നു തുടങ്ങി. അവസാനത്തെ വറ്റും അയാളുടെ വയറ്റിലെത്തും വരെ അവൾ നോക്കി നിന്നു. അവൾക്ക് എന്തോ പെട്ടെന്ന് കരച്ചിൽ വന്നു. അത് സന്തോഷം കൊണ്ടായിരുന്നു. ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെ വിശപ്പ് എന്ന കഥയിൽ നിന്നും എടുത്ത ഒരു ഭാഗമായിരുന്നു ഇത്. ചിത്രം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആ വൃദ്ധൻ്റെ മാനസികാവസ്ഥ. വളരെ ദയനീയമായ ഒരവസ്ഥയായിരുന്നു അത്. ഇവിടെ നിങ്ങൾക്കായൊരു ചോദ്യം കൂടിയുണ്ട്. കഥയിലെ കുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. കുട്ടിക്ക് വൃദ്ധനോടുള്ള സ്നേഹബന്ധം നമുക്കിവിടെ കാണാൻ സാധിക്കും. മറ്റു കുട്ടികൾ കളിയാക്കുമ്പോഴും അവരിൽ നിന്നും വ്യത്യസ്തമായി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉച്ചഭക്ഷണം വൃദ്ധന് നേരെ നീട്ടി മാതൃകയാവുകയാണ് കഥയിലെ കുട്ടി. വേദനിക്കുന്നവരെയും ദുരിതം അനുഭവിക്കുന്നവരെയും സ്നേഹിക്കാനും സഹായിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ആവശ്യമായ ജീവിത സൗകര്യങ്ങൾ അനുഭവിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരെ സ്നേഹിക്കാനും സഹായിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായ വെണ്ണക്കണ്ണൻ പഠിപ്പിക്കുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.